ഈ മനോജ് പറഞ്ഞതുപോലെ തന്നെ KCB-യും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ഒരാൾ ഏതാണ്ട് പ്രതികരണം നശിച്ച നിലയിലായിരുന്നു. തീരെ പ്രതികരണം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഈ അപകടത്തിൽ അദ്ദേഹത്തിന് ഏറ്റത്. വളരെ വലിയ ഒരു മരമാണ്, നല്ല കാലപ്പഴക്കം ചെന്ന വർഷങ്ങളായി അവിടെ റോഡിനോട് ചാഞ്ഞു നിന്നിരുന്ന ഒരു മരമാണ് ഇത്തരത്തിൽ ബസ്സിനും കാറിനും മുകളിലായി വീണത്. കാർ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. അതിനാൽ തന്നെ വെട്ടിപ്പൊളിച്ച് തന്നെ ഈ ആളുകളെ 3 പേരെയും പുറത്തിറക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഒരാളുടെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. കാര്യം അത്രയും ഗുരുതരമായ തരത്തിലായിരുന്നു അദ്ദേഹത്തിനേറ്റ പരിക്കുകൾ. മറ്റു 2 പേരും തന്നെ പ്രതികരിക്കുന്ന നിലയിലായിരുന്നു. അവർ നേരിയ തോതിൽ സംസാരിക്കുന്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ റോഡിലേക്ക് തന്നെ മരം കിടക്കുകയാണ്. ഗതാഗത തടസ്സമൊക്കെ നിലവിലുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഉച്ച മുതൽ തന്നെ നല്ല കാറ്റാണ് മേഖലയിൽ വീശുന്നത്. അതിശക്തമായ കാറ്റാണ്. ഊന്നുകലിലെ ഈ പ്രദേശത്ത് മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ മരം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുത ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഫയർഫോഴ്സ് എത്തി മറ്റിടങ്ങളിൽ വീണ മരവും കൂടി മുറിച്ചു മാറ്റി വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ നമുക്കറിയാൻ കഴിയുന്നത്. റിയ ബേബി കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, അവിടുത്തെ ഒരു അന്തരീക്ഷം നിലവിൽ എങ്ങനെയാണ്? ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഒരാളുടെ നില ഗുരുതരം എന്നുകൂടി അറിയുന്നല്ലോ. മാധു, പരിക്കേറ്റ മറ്റു 3 പേരെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കാം. ശരി, ഒരു മിനിറ്റ് റിയ, ഞാൻ റിയയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ നേര്യമംഗലം സബ് ഇൻസ്പെക്ടർ ശ്രീ ബിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടം ഉണ്ടായത് സംബന്ധിച്ച്? ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്, അതിലേക്ക് തിരികെ വരാം എന്ന് വിചാരിക്കുന്നു. റിയ, തുടരാം. മാധു, ഈ പരിക്കേറ്റ 3 പേരെയും കോതമംഗലത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു. അച്ഛനും അമ്മയും മകനും ഭാര്യയും എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ അച്ഛനായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തെയാണ് പുറത്തേക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ വൈകിയത്. അദ്ദേഹത്തിന്റെ മരണമാണ് ഉണ്ടായത്. മറ്റു 3 പേരുടെ പരിക്കത്ര ഗുരുതരമല്ല, മുറിഞ്ഞ പാടുകളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വലിയ മരം കടപുഴകി വീണതിനാൽ ഈ മരം മാറ്റി ആളുകളെ പുറത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അതാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണം. മാത്രമല്ല, ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകും അത്രയും അധികം കാറിന് കേടുപാടുകളുണ്ട്, അത്രയും ആഴത്തിൽ വ്യാപ്തിയിലുള്ള ദുരന്തമായിരുന്നു അതെന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ KSRTC ബസിന്റെ പിൻഭാഗത്തേക്കും ഈ മരം വീണിരുന്നു. പക്ഷേ ഈ ബസിന്റെ പിൻസീറ്റുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം കൂടി ഒഴിവായി എന്നത് ആശ്വാസകരം. പിൻസീറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. KSRTC ബസിന്റെ പിൻസീറ്റിന്റെ പിൻഭാഗം ഏതാണ്ട് തകർന്ന രീതിയിലാണ്. ആ മരവും അവിടെ നിന്ന് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെത്തി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോകുന്ന റോഡിൽ പലയിടങ്ങളിലായി മരങ്ങൾ ഉള്ളതിനാൽ അല്പം ദുഷ്കരമായിരുന്നു ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മരം കൂടി മാറ്റി വാഹനത്തിന് ആംബുലൻസിന് കടന്നു പോകാനുള്ള പാത ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഏതാണ്ട് 1.25 മണിക്കൂറിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ മരം കാറിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ആളുകൾ തൊട്ടു മുമ്പിലെ ബസ്സിലും സ്വകാര്യ ബസ്സിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങി രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ മരം മാറ്റി ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സും JCB-യും എത്തി മാറ്റിയ ശേഷമേ ഇയാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതാണ് ഇത്തരമൊരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കുകളില്ല എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ 3 പേർക്കൊഴിച്ചാൽ മറ്റ് ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ല എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്.